എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് മലപ്പുറം വാർത്താ മാർക്കറ്റ് കാർഷിക കൂട്ടായ്മയുടെ സൗഹൃദ സംഗമം എന്ന് പറഞ്ഞൊരു പരിപാടിയുടെ വീഡിയോ ആണ് കേട്ടോ. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ക്ലാസ്സുകളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ വെറും ഒരു 4 ദിവസം കൊണ്ട് തന്നെ ഈ എഗ്ഗ് വിരിഞ്ഞ് ധാരാളം ചെറിയ പുഴുക്കളുണ്ടാവും. ഈ പുഴുക്കൾ നമ്മളിടുന്ന വേസ്റ്റ് തിന്ന് ഒരു 2 ആഴ്ച കഴിയുമ്പോഴേക്കും ഹൈ പ്രോട്ടീൻ അടങ്ങിയുള്ള ഒരു അവസ്ഥയിലേക്ക് മാറും. ഈ പുഴുക്കളെ നമ്മൾ കളക്ട് ചെയ്ത് നമ്മുടെ കോഴികൾക്കും നമ്മുടെ മത്സ്യങ്ങൾക്ക് കൊടുത്തു നോക്കൂ. കോഴികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ദിവസവും നമുക്ക് അതിന്റെ എഗ്ഗ് കിട്ടുന്നുള്ള ദിവസവും എഗ്ഗ് കിട്ടും. മറ്റ് തീറ്റ കൊടുക്കുന്നതോടൊപ്പം തന്നെ ഈ എല്ലാം ലാഭം കൊടുത്തു നോക്കും. നമുക്ക് എത്ര കാശ് ലാഭിക്കാവുന്നതാണ്. ഒരുപാട് കാശ് ലാഭിക്കുന്നതോടുകൂടെ തന്നെ നമുക്ക് ദിവസവും അതിന്റെ മുട്ട കിട്ടുന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ ഈ പുഴുക്കളെ നമ്മൾ ഒരു കാരണവശാലും പുറത്തേക്ക് കളയാതെ അവരെ ഇതേപോലുള്ള ഡ്രമ്മുകൾ നമ്മുടെ അടുക്കളമായില്ലെങ്കിൽ ഈവൻ പഞ്ചായത്തിൽ വലപ്പെട്ട ടൂറിസം വികസനത്തിനെ കുറിച്ചിട്ട് നമ്മുടെ പ്രസിഡന്റ് സൂചിപ്പിക്കുകയുണ്ടായി. ഈ ടൂറിസത്തിൽ വളരെ ഇമ്പോർട്ടൻസ്, നമ്മുടെ ടൂറിസം മേഖലകളൊക്കെ വളരെ കഷ്ടമാണ്. അവിടെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവിടെയൊക്കെ വേസ്റ്റ് ഒക്കെ പുറത്തേക്ക് ഇട്ട് പ്ലാസ്റ്റിക് ആയാലും മറ്റ് വേസ്റ്റ് ഒക്കെ ഒരു സംസ്കരണ രീതിയൊന്നും നമ്മുടെ ജനങ്ങളാണ് പ്രശ്നം. ഗവൺമെന്റ് അതിനുള്ള എല്ലാ സംവിധാനം ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിലും ഗവൺമെന്റ് അത് ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ള സങ്കടകരമായ കാര്യം. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ BSF ലാർവകളെ ഇവൻ നമ്മുടെ ഈ ബ്രഹ്മപുരം നമ്മുടെ കൊച്ചിയിലുള്ള എറണാകുളത്തുള്ള ബ്രഹ്മപുരം ഫാം അവിടെ വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യുന്ന ആ സ്ഥലം കത്തിയിരുന്നു ഈ അടുത്ത കാലത്ത്. അവിടെ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പുഴുക്കളെ ഉപയോഗിച്ചാണ് നമ്മൾ അവിടെയുള്ള ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഫുഡ് വേസ്റ്റ് കമ്പോസ്റ്റ് ആക്കുന്നത്. അപ്പൊ ഈ പുഴുക്കള് ഈ ഫ്ലൈസ് വന്ന് എഗ് ചെയ്ത് 4 ദിവസം തന്നെ കഴിഞ്ഞാൽ ഈ പുഴുക്കൾ വിരിഞ്ഞ് ധാരാളം പുഴുക്കളുണ്ടാവും. ഒരു ഫ്ലൈ എഗ് ചെയ്താൽ അതിൽ നിന്നും 500 to 1000 വരെ കുഞ്ഞുങ്ങളുണ്ടാവും, ചെറിയ പുഴുക്കളുണ്ടാവും ഒറ്റ ഫ്ലൈസിൽ. സാധാരണ നമ്മൾ ഈ ഫ്ലൈസിനെ ഒരു വല കെട്ടി സംരക്ഷിച്ച് അവർക്കുള്ള ആ ടെമ്പറേച്ചർ കറക്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 28 ഡിഗ്രി സെൽഷ്യസ് ആണ് അവരുടെ ടെമ്പറേച്ചർ. ഈ ഫ്ലൈസിനെ ജീവിക്കാനുള്ള അവർക്ക് മെയ്റ്റ് ചെയ്യാനും ഉള്ള ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 28%. അപ്പൊ അതിന്റെ പിന്നെ അതുപോലെ തന്നെ നല്ല വെളിച്ചം ഉള്ള സ്ഥലത്ത് അവർക്ക് പെട്ടെന്ന് തന്നെ മെയ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ എഗ്ഗ് 1000-ന് മുകളിൽ ചെറിയ പുഴുക്കളുണ്ടാവും. ഈ പുഴുക്കളെ നമ്മുടെ വേസ്റ്റ് ഒരു പൾപ്പ് രൂപത്തിൽ നമ്മളെ പൊടിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 5 കിലോ വേസ്റ്റിന് 800 ഗ്രാം ചെറിയ പുഴുക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ അവര് അത് കമ്പോസ്റ്റ് ആക്കി തരാം. അത്ര ഫാസ്റ്റ് ആണ് ഇത്, വളരെ ഫാസ്റ്റ് ആയി. ഒരുപാട് കാണാനും കേൾക്കാനും പല പക്ഷികളെയൊക്കെ കാണാനുണ്ട് കേട്ടോ. എല്ലാവരും കണ്ടു നോക്കൂ.
പൊടി പറഞ്ഞത് താറാവിന് കുറെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ ഗ്രൂപ്പിൽ നിന്ന് പോയതോട് കൂടെ അത് പോയേ, നിങ്ങളെ നമ്പർ പോയി. ഒന്നും വിളിക്കാനും പറയാനൊന്നും പറ്റിയില്ല. കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾ വാങ്ങിയത് 3 പെണ്ണും ഒരു കടയൊന്നല്ല, അതിൽ 2 പെണ്ണും പോയി. ഇപ്പൊ ഒരു കുട്ടി വലുതായിരിക്കുന്നു. പിന്നെ പൂവനും മാറി, നല്ല കൊത്തിന്ന് പൂവനും നല്ല കൊത്തായിരുന്നു. പൂവൻ ഇപ്പം മാറ്റി കഴിഞ്ഞിട്ട്